السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. وصلى الله وسلم على عبده ورسوله نبينا محمد وعلى آله وأصحابه ومن سار على نهجه وتمسك بسنته واهتدى بهديه إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 107-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നസ്ഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യഹൂദികൾക്ക് ശക്തമായ മറുപടി കൊടുക്കുന്നതാണ് ഈ ആയത്തിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നിയമമാക്കുന്ന വിധികൾ അതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിന്റെ തീരുമാനത്തിലും പെട്ട കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളുടെ കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു മനോവിഷമം കൂടാതെ അംഗീകരിക്കൽ, അത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒഴിച്ചുകൂടാനാകാത്ത ബാധ്യതയാണ്. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ സംരക്ഷകനും സഹായകനുമാണ് എന്ന കാര്യം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മനുഷ്യർക്ക് ഉപകാരമുണ്ടാക്കുന്ന ഏതൊരു കാര്യവും ആ കാര്യം കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഏതൊരു കാര്യത്തെയും തടഞ്ഞുകൊണ്ട് അവന്റെ അടിമകളെ സഹായിക്കുക എന്ന് പറയുന്നത് അതെല്ലാം അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാരുണ്യവും യുക്തിയും ഉണ്ടാക്കാവുന്ന വിധികൾ അത് നിയമമാക്കൽ അത് അള്ളാഹുവിന്റെ വിലായത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാര് പ്രത്യേകം ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട ഒരു നസ്ഖിനെ കുറിച്ച് അഥവാ ദീനിൽ ദുർബലപ്പെടുത്തപ്പെട്ട ഒരു മതവിധിയെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ യുക്തിയെക്കുറിച്ചും അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും ആ ചിന്തിക്കുന്ന വ്യക്തിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് ഇനി തുടർന്നങ്ങോട്ടുള്ള എല്ലാ കാലത്തേക്കും അതുപോലെ തന്നെ എല്ലാ പ്രദേശത്തേക്കുമുള്ള ഒരു പ്രവാചകനായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അത് ലോകത്തുള്ള മുഴുവൻ ജനതക്കും മാർഗദർശനം നൽകുന്ന, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വഴി കാണിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ഖുർആൻ അതൊരു ജനതയ്ക്ക് വേണ്ടി മാത്രമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്ക് മാത്രം പരിഹാരം നൽകുന്ന രൂപത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ഖുർആൻ നൽകുന്ന കൽപ്പനകൾ അത് ഏത് കാലഘട്ടത്തിലേക്കും ഏത് പ്രദേശത്തേക്കും പ്രായോഗികമായ നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കാരണം കൊണ്ടാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള സമൂഹത്തിന് നിയമമാക്കിയ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില അനുഷ്ഠാനങ്ങൾ അത് പരിശുദ്ധ ഖുർആൻ നസ്ഖ് ചെയ്തതും എന്നിട്ട് അതിന് പകരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ മികച്ച ഒരു മതവിധി മനുഷ്യർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആനിലൂടെ സ്ഥാപിക്കുകയും ചെയ്തത്. ഇത് അള്ളാഹുവിന്റെ നിയമനിർമ്മാണത്തിലുള്ള പരിപൂർണതയെ അറിയിച്ചു തരുന്ന അള്ളാഹുവിന്റെ അപാരമായ കഴിവിൽപ്പെട്ട കാര്യമാണ് എന്ന് ഇവിടെ നമ്മൾ ശരിക്കും ഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ ഒരു പരമാധികാരത്തെ അതിനെ ആർ
ആർക്കും ചോദ്യം ചെയ്യാൻ അധികാരമില്ല എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് കാര്യത്തിലാണ് മനുഷ്യന് ഏറ്റവും ഗുണമുള്ളത് എന്നറിയുന്ന, മനുഷ്യന്റെ ഓരോ നന്മയെക്കുറിച്ചും കൃത്യമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മതവിധി നസ്ഖ് ചെയ്യുകയും അതിന് ബദലായിക്കൊണ്ട് മറ്റൊരു വിധി നിശ്ചയിക്കുകയും ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യുന്ന യഹൂദികളെ പോലെയുള്ള നടപടികൾ അത് ധിക്കാരവും അക്രമവുമാണ് എന്ന് ഇവിടെ ഈ ആയത്തിലൂടെയും അതുപോലെ തന്നെ മറ്റു പ്രമാണങ്ങളിലൂടെയും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. കാരണം എന്താ? ഇവിടെ വിമർശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അത് അള്ളാഹുവിന്റെ അധികാരത്തെക്കുറിച്ചാണ് എന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. നമുക്കറിയാം ആകാശഭൂമികളും അതുപോലെ തന്നെ ആ ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടമസ്ഥത, അതുപോലെ തന്നെ അതിന്റെ ഭരണാധികാരം, അതിന്റെ രക്ഷാകർതൃത്വം, അതെല്ലാം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമുള്ള അധികാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന അവന്റെ നിയമ നടപടികൾ നടപ്പിൽ വരുത്തുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്ന നിയമ നടപടികൾ എടുത്തു കളയുവാനും ഇതിനെല്ലാമുള്ള സമ്പൂർണമായ അവകാശവും അർഹതയും അത് അള്ളാഹുവിന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന അവന്റെ അപാരമായ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ് എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരിക. സൂറത്തുൽ മുൽക്കിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്ന. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുൽ ഹൂദിലെ 107-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന റബ്ബക ഫഅാലും ലിമാ യുരീദ്, ഇന്ന റബ്ബക ഫഅാലും ലിമാ യുരീദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നത് തികച്ചും നടപ്പിലാക്കുന്നവനാകുന്നു എന്ന. ഇങ്ങനെ നിരവധി ആയത്തുകൾ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നും അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ് എന്നും അള്ളാഹുവിന് തന്നെയാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം എന്ന് വിശദീകരിക്കുന്ന നിരവധി ആയത്തുകളാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൽ പരന്നു കിടക്കുന്നത്. ഈ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 107-ാമത്തെ ആയത്തിലൂടെയും നമുക്ക് അറിയിച്ചു തരുന്നത്. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, നിനക്ക് അറിഞ്ഞുകൂടെ അള്ളാഹുവിന് തന്നെയാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യമുള്ളതെന്ന്. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല, ഒരു സഹായകനുമില്ല. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 107-ാമത്തെ ആയത്തിന്റെ തഫ്സീറായിക്കൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുക, ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.